നോക്കൂ, സോഷ്യൽ മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി, ഫേമസ് ആകാൻ വേണ്ടി ചില ആളുകൾ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നുള്ളത് അവർക്ക് തന്നെ ബോധ്യമില്ല. തെമ്മാടിത്തരങ്ങൾ, ചെറ്റത്തരങ്ങളാണ് ഇത്തരം ആളുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ താരമാകാൻ വേണ്ടി, ആളുകൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഇത്തരം ആളുകൾ തയ്യാറാകുന്നുവെന്നുള്ളതാണ്. എന്നാൽ പിന്നീടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച്, അതിൻ്റെ അപകടങ്ങളെക്കുറിച്ച് അത്തരം ആളുകൾ ചിന്തിക്കുന്നു പോലുമില്ല. നോക്കൂ, ഞാനീ പറഞ്ഞു വരുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഫലസ്തീന് വേണ്ടി പരസ്പരം തെറിവിളിക്കുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്നു എന്നുള്ള ക്യാപ്ഷൻ കൊടുത്തുകൊണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ ആ വീഡിയോ കാണുന്നവർക്കും അത് തന്നെയാണ് മനസ്സിലാകുന്നത്. കാരണം ഫലസ്തീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് തെറിവിളിക്കുകയാണ്, കൊലവിളി നടത്തുകയാണ്. ഇസ്രായേൽ ഫലസ്തീൻ വിഷയത്തിൽ അഖിൽ മാരാർ ഒരു പ്രസ്താവന നടത്തുകയാണ്. എന്നാൽ അതിനെതിരെ വളരെയധികം മാന്യമായി പ്രതികരിക്കേണ്ടതിനു പകരം രൂക്ഷമായ ഭാഷയിൽ അഖിൽ മാരാറിന്റെ കുട്ടികളെപ്പോലും തെറിവിളിക്കുന്ന തരത്തിലുള്ള മോശമായ പ്രസ്താവനകളായിരുന്നു നിഷാൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ സമൂഹമാധ്യമങ്ങളിൽ കൂടി പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഈ നിഷാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പല വീഡിയോകളുമായി രംഗത്ത് വന്നു. രാത്രിയിൽ താൻ കാറിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ ആളുകൾ വന്നുകൊണ്ട് തന്റെ കാർ ആക്രമിച്ചുവെന്നും തനിക്കെതിരെ ആക്രമണം നടത്തിയെന്നടക്കമുള്ള കുറെ കാര്യങ്ങളായിരുന്നു പറഞ്ഞു വെച്ചത്. അതിനുശേഷം ഈ നിഷാൻ എന്ന് പറയുന്നതിനോടൊപ്പമുള്ള ഷാജഹാൻ എന്ന് പറയുന്ന മറ്റൊരുത്തൻ വന്നുകൊണ്ട് ഇവനെ ആക്രമിച്ചുകൊണ്ട് ഞങ്ങൾ ആരും വെറുതെ വിടുകയില്ല, അവനെ കണ്ടെത്തുമെന്നുള്ള രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നു. ഈ ഒരു വണ്ടി തച്ചു പൊളിച്ചതേ എല്ലാ ആൾക്കാരും കണ്ടുണ്ടാവും ചങ്കാളെ. ആ അടിച്ചു പൊളിച്ചവനെ നല്ല രൂപത്തിൽ നമ്മൾ കൈകാര്യം ചെയ്ത് വിട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ള ഒരു കേസ് എന്താണെന്ന് വെച്ചാല്, ഇവന്റെ ഒരു മുഖോ അല്ലെന്നുണ്ടെങ്കിൽ ഇവന്റെ ഒരു നെയിമോ നമ്മൾ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭവിഷ്യത്തുകൾ ഭയങ്കരം തന്നെയാണ്. അതിനുശേഷം പിന്നീട് ഈ ചെറുപ്പക്കാരന്റെ കാർ തകർത്ത ഒരുവനെ കണ്ടെത്തിയെന്നും അവന് ഞങ്ങൾ തല്ലിയെന്നടക്കമുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു വെച്ച് തല്ലുന്നതിന്റെ കുറച്ച് ദൃശ്യങ്ങൾ, ആ ചെറുപ്പക്കാരന്റെ മുഖം അന്ന് ബ്ലറായിരുന്നു. അത്തരം ദൃശ്യങ്ങളായിരുന്നു പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ കൂടി പങ്കുവച്ചത്. എന്നാൽ ഇതെല്ലാം വെറും നാടകമായിരുന്നുവെന്ന്, ഡ്രാമയായിരുന്നുവെന്ന്, കൃത്യമായ സ്ക്രിപ്റ്റോടുകൂടി തിരക്കഥയോടുകൂടി തയ്യാറാക്കിയ നാടകങ്ങൾ മാത്രമായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പൊ ആ ചെക്കൻ സമ്മതിച്ചത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ക്രിയേറ്റീവ് നാടകം ചെയ്യാൻ അവൻ സമ്മതിക്കാൻ റീസൺ വേണ്ടേ? അപ്പൊ അതൊരു പ്ലാനഡ് അല്ലേന്ന് സമ്മതിക്ക് പൈസ കൊടുത്തോ? എത്ര കൊടുത്തു? 5000 രൂപക്ക് ഇത്രയൊക്കെ വലിയൊരു പ്രശ്നത്തിന്. അപ്പൊ അവന്റെ ഫാമിലി, നീ ഇപ്പൊ അവനെ തല്ലുമ്പോ ഇത് പ്ലാനഡ് ആണെന്ന് അവന്റെ ഫാമിലിക്ക് അറിയാമായിരുന്നോ? അവർക്കറിയില്ല. തന്റെ സ്വന്തം കാർ തകർക്കാൻ വേണ്ടി ആളുകളെ ഏർപ്പാടാക്കുന്നു. അതിനുശേഷം ഏതോ ഒരു പയ്യൻ, വെറും 17 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പയ്യന് വെറും 5000 രൂപ കൊടുത്തുകൊണ്ട് ആ പയ്യനെ തല്ലിയതായിട്ടുള്ള നാടകങ്ങൾ ഇത്തരം ആളുകൾ തയ്യാറാക്കുകയാണ്. ഇതിവന്മാർ തന്നെ സമ്മതിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവന്മാരും മാപ്പുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഏതായാലും നിഷാൻ എന്ന് പറയുന്നവന്റെ ആ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ എല്ലായിടത്തും മാപ്പ് ചോദിക്കുകയാണ്. ഈ ഒരു വിഷയങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. മറ്റൊരു ഉദ്ദേശത്തിലല്ല ഞാൻ PSG ഗ്യാങ് നാട്ടിലെ ഗ്യാങ്ങിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അവർ ഓൾറെഡി PSG ഗ്യാങ്ങിന് കുറേ ബാഡ് ടൈം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റണമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രം ചെയ്തിട്ടുള്ളൊരു ഡ്രാമയായിരുന്നു. ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഞാൻ പൊറുക്കാൻ പറ്റുന്ന തെറ്റല്ല ചെയ്തതെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ സിറ്റുവേഷൻ ഇപ്പോൾ അങ്ങനെയാണ്. എനിക്ക് കഴിയുന്നില്ലെന്നും ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഞങ്ങൾക്ക് എന്തുണ്ടായതെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇപ്പം എനിക്കിത് പറയാൻ പറ്റുന്നുള്ളൂ. നോക്കൂ, എല്ലാ തെമ്മാടിത്തരങ്ങളും ചെറ്റത്തരങ്ങളും ചെയ്തതിനു ശേഷം ഒരു ഉളുപ്പ് പോലും ഇല്ലാതെ വന്നിരുന്നുകൊണ്ട് മാപ്പ് പറയുകയാണ്. ഇനി ഇവനോടൊപ്പം ഈ ഷാജഹാൻ എന്ന് പറയുന്നവൻ, അവനും മാപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണാം. ഹായ്, നമസ്കാരം. നിങ്ങളിപ്പോ എന്റെയും നിഷാന്റെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒന്നാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു കണ്ടന്റിന്റെ രൂപത്തില് ചെയ്തൊരു വിഷയമാണ്. ഇതിപ്പോ ഈ ഒരു സംഭവം ഇത്രത്തോളം വിഷയമാവും അല്ലെങ്കിൽ ഇത്രത്തോളം പ്രോബ്ലത്തൊക്കെ പോകുന്ന ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുകയാണ്. വലിയൊരു തെറ്റായി എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ ഇത് ഇത്രത്തോളം ഇതൊരു സംഭവം ആവും ഒരിക്കലും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോ ഞാൻ എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ്.
തെറ്റ് പറ്റിപ്പോയി. ഇനിയിപ്പോ നമ്മളതിനെ അതിനെ ന്യായീകരിക്കല്ല. എങ്ങനെയാണ് സംഭവിച്ചത്, ഒരു കണ്ടന്റിന് വേണ്ടി ചെയ്തതാണ്. പക്ഷെ ഇത് ഇത്രത്തോളം ഒരു വിഷയമാവുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ എല്ലാരോടും മാപ്പ് ചോദിക്കുകയാണ്. നോക്കി എല്ലാം ചെയ്തു വെച്ചിട്ട്, എല്ലാ തെമ്മാടിത്തരങ്ങളും എല്ലാ ചെറ്റത്തരങ്ങളും ചെയ്തു വെച്ചിട്ട് അവസാനം ക്യാമറയ്ക്ക് മുമ്പിൽ വന്നുകൊണ്ട് മാപ്പ് പറയുന്നു. നീയൊക്കെ റീച്ച് ഉണ്ടാക്കിക്കോളൂ, നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ താരങ്ങളാകാൻ വേണ്ടി എന്ത് കണ്ടന്റ് വേണമെങ്കിലും ഉണ്ടാക്കിക്കോളൂ, പക്ഷേ അത് പാവപ്പെട്ട ഫലസ്തീൻ ജനതയുടെ പേരിലാകരുത്. കാലാകാലങ്ങളായി ഇസ്രായേൽ പട്ടാളത്തിന്റെ ആക്രമണങ്ങൾക്കിരയാകുന്ന ഒരുപാട് വേദനകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും കടന്നുപോകുന്ന ആ ജനതയെ വെച്ചുകൊണ്ടാണ് നീയൊക്കെ റീച്ച് ഉണ്ടാക്കാൻ നോക്കുന്നത്. നോക്കൂ, ഗസയിലെ ജനതയുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ, അവരുടെ പ്രയാസങ്ങൾ മാറാൻ വേണ്ടി ഓരോ ഉമ്മമാരും ഓരോ നിസ്കാരപ്പായിലിരുന്നു കൊണ്ട് കണ്ണീരൊഴുക്കുകയാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ്. അവരുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കണ്ടുകൊണ്ട് അവർക്ക് ഭക്ഷണം പോലും നേരച്ചവേ അവരുടെ തൊണ്ടയിൽ നിന്നും ഇറങ്ങുന്ന പോലുമില്ല. അത്തരം സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ആ ജനതയെ വെച്ചുകൊണ്ടാണ് നീയൊക്കെ റീച്ച് ഉണ്ടാക്കുന്നത്. നോക്കൂ, നീയൊക്കെ ആ ഫലസ്തീൻ ജനതയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ ദയവ് ചെയ്ത് ആ പ്രയാസം അനുഭവിക്കുന്ന ആ ജനതയുടെ പേര് വെച്ചുകൊണ്ട് ഇത്തരം തോന്നിവാസങ്ങൾ കാണിക്കരുത്. നോക്കൂ, ഈ നിഷാൻ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരന്റെ കാർ ആക്രമിച്ചതിന് ശേഷം അഖിൽമാരാർക്കെതിരെ വലിയ രീതിയിലുള്ള രൂക്ഷമായ സൈബർ ആക്രമണങ്ങൾ ഉണ്ടായി. അഖിൽമാരാരെ കണ്ടുകഴിഞ്ഞാൽ വെട്ടും, കൊലപ്പെടുത്തും, നിന്നെ തീർക്കും, അങ്ങനെയുള്ള പല രീതിയിലുള്ള കമന്റുകളുമായി ഈ ചെറുപ്പക്കാരന്റെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ രംഗത്ത് വന്നു. കാരണം ഇവന്മാരുടെ ഈ നാടകങ്ങളിലൂടെ മറ്റുള്ള ആളുകൾ മനസ്സിലാക്കിയത് ഇത് ചെയ്തത് അഖിൽമാരാർ എന്നുള്ളതാണ്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരുവൻ എന്തെങ്കിലും ഒരു കണ്ടന്റ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതുണ്ട്. നോക്കിയൊരു സംഭവത്തിന്റെ യാഥാസ്ഥികത പുറത്തു വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു? ഒരു കലാപത്തിനുള്ള ഒരു സാഹചര്യം പോലും ഉണ്ടാകുമായിരുന്നു. കാരണം ഹിന്ദുമതവിശ്വാസിയായ അഖിൽമാരാർ ഇത്തരത്തിലൊരു മുസ്ലിമായ ചെറുപ്പക്കാരന്റെ കാർ അടിച്ചു തകർത്തു, അതും ഫലസ്തീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് എന്നുള്ള തരത്തിലേക്ക് വിഷയങ്ങൾ മാറി. ഇവിടെ ഒരു ഹിന്ദു മുസ്ലിം വിഭാഗീയതയുണ്ടായി. അതിലൂടെ ഒരു കലാപം വരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ എന്തോ ഭാഗ്യവശാൽ ഇവന്മാരുടെ തനിനിറം പുറത്തായി. നോക്കൂ, മുസ്ലിമീങ്ങളെ പറയിപ്പിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവന്മാരാണ് ഇവന്മാരൊക്കെ. നോക്കൂ, റീച്ചുണ്ടാക്കാൻ വേണ്ടി ഈ ലോകത്ത് എന്തെല്ലാം കണ്ടന്റുകളുണ്ട്. അതൊന്നും ചെയ്യാതെ, അതും ഫലസ്തീനിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് ഇത്തരം ആളുകൾ ഇത്തരം തോന്നിവാസങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. നോക്കിയവന്മാരോട് ഉദ്ദേശിച്ചത് ഫലസ്തീനിന്റെ പേരും പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല സെലിബ്രിറ്റി ആയിട്ടുള്ള അഖിൽമാരാറിനെ പറഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ അക്കൗണ്ടിന് റീച്ച് കിട്ടും, വ്യൂസ് കിട്ടും എന്നുള്ള അടിസ്ഥാനത്തിലാണ് ഇത്തരം തോന്നിവാസങ്ങൾ ഇവന്മാർ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ഫലസ്തീൻ സപ്പോർട്ടർക്ക് കേരളത്തിൽ ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നൊരു ഇരവാദമുണ്ടാക്കി റീച്ചാവുക എന്നുള്ളത് മാത്രമാണ് ഇവന്മാരുടെ ലക്ഷ്യമെന്നുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവന്മാരുടെ ഈ വാക്കുകൾ കേട്ടുകൊണ്ട് ആരെങ്കിലും ചെന്ന് ഈ അഖിൽമാരാറിനെ ആക്രമിച്ചിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? വന്ന് അവസാനം ജനങ്ങളെപ്പോലും പരസ്പരം മതത്തിന്റെ പേര് തമ്മിലടിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്ന വ്ളോഗർമാരുടെ കാലഘട്ടത്തിലാണ് നാം എല്ലാവരും ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.